ക്യാൻസർ രോഗം പിടിച്ച് അനിയൻ മരണത്തോട് മല്ലടിച്ച് ബെഡിൽ കിടക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോരും. ഉമ്മയും ഭാര്യയും മക്കളും ബെഡിൻ്റെ ചുറ്റുമിരുന്ന്, അല്ലെങ്കിൽ അയാൾ കൈ പിടിച്ചിരുന്ന് അടുത്തിരുന്ന് പൊട്ടിക്കരയും. അയാൾക്ക് മുകളിൽ ഒരു ജ്യേഷ്ഠനുണ്ടത്രേ. ഒന്ന് കാണാൻ പോലും വരാതെ അനിയൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും ഒന്ന് സംസാരിക്കാൻ പോലും വരാതെ, ചെറിയ വാക്ക് തർക്കങ്ങൾക്ക് പോലും മുകളിൽ, അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് മുകളിൽ ഒരു രക്തബന്ധങ്ങൾ തമ്മിൽ മിണ്ടാതെ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അനിയൻ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം എല്ലാവരും വന്ന് എല്ലാവരെയും കാണാനുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഒരുവിധം ആളുകളെയൊക്കെ കണ്ടു. അവസാനമായിട്ട് അനിയൻ പറഞ്ഞത്രേ, എനിക്കെൻ്റെ ജ്യേഷ്ഠനെ കാണണം, എനിക്കെൻ്റെ കാക്കൂനെ കാണണം, കാക്കൂനോട് സംസാരിക്കണം, കാക്കൂനോട് മാപ്പ് പറയണം. ഉമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞത്രേ, ഉമ്മ, എൻ്റെ കാക്കൂനെ എനിക്ക് കാണാതെ വിധിയുണ്ടാവില്ലേ? കാക്കൂൻ്റെ അടുത്ത്, ജ്യേഷ്ഠൻ്റെ അടുത്ത് ഉമ്മയും അടുത്തുള്ള കുടുംബങ്ങളും പോയി സംസാരിച്ചു. അവന് നിന്നെ കാണാൻ പോതിയുണ്ടത്രേ. നിന്നോട് പൊരുത്തപ്പെടിക്കാനും നിന്നോട് സലാം പറയാനും അവന് ആഗ്രഹമുണ്ട്. അവൻ ഇങ്ങോട്ട് വരാൻ കഴിയില്ല, നീ അങ്ങോട്ടൊന്ന് വരണം. ജ്യേഷ്ഠൻ വാശി പിടിച്ചു. അവരെ ശകാരിച്ച് അവനെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു വിട്ടു. ഇവരെത്തുന്ന സമയത്തിന് മുൻപ് തന്നെ അനിയൻ മരിച്ചിരുന്നു. ചെറിയ വാശികൾക്ക് പുറത്ത് അയാളുടെ മനസ്സിൽ ആഗ്രഹിച്ച് എൻ്റെ ജ്യേഷ്ഠനെ, എൻ്റെ കാക്കൂനെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് പോലും കഴിയാതെ, ചെറിയ വാശിപ്പുറത്തിന് വേണ്ടി കാണാൻ കഴിയാതെ, ഒന്ന് സംസാരിക്കാൻ കഴിയാതെ, ഒന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായതെന്താ? ആരുടെ അടുത്തേക്ക് പോയാൽ ഇനി നിങ്ങൾ ആ പാപത്തിന് പൊരുത്തപ്പെടിക്കുക? രക്തബന്ധങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മിണ്ടാതെ നടക്കുമ്പോൾ നമ്മുടെ ആയുസ്സൊക്കെ ഇന്നല്ലെങ്കിൽ ഒരു മിനിറ്റ് ആയുസ്, ചിലപ്പോൾ ഇന്ന് കണ്ടവനെ നാളെ കാണില്ല എന്ന വിധിയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുള്ളതൊക്കെ തീർത്ത് സംസാരിക്കാൻ, സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. നന്മയുള്ളതാവണം നമ്മുടെ മനസ്സ്.